അടച്ചുറപ്പുള്ള വീടില്ലാത്തവരുടെ സങ്കടങ്ങളിൽ കാരുണ്യ സ്പർശവുമായി എത്തുകയാണ് ഒരു വൈദികൻ. അടൂർ കടമ്പനാട് വടക്കേ തലയ്ക്കൽ വീട്ടിൽ ഫാദർ ഡോക്ടർ റിഞ്ചു പി കോശിയാണ് അവരനെ ചേർത്ത് നിർത്തി സ്വപ്നഗ്രഹം അശരണർക്ക് നിർമ്മിച്ചു നൽകി മാതൃകയാകുന്നത്. അവരനെ ചേർത്ത് നിർത്തുകയും അവന്റെ കണ്ണീരൊപ്പുകയും ചെയ്യുന്ന യേശുദേവന്റെ പാത അതുപോലെ തന്നെ തുടരുകയാണ് ഓർത്തഡോക്സ് സഭയിലെ ഈ വൈദിക ശ്രേഷ്ഠൻ. കഴിഞ്ഞ കോവിഡ് കാലത്താണ് അച്ഛൻ ഇങ്ങനെ ഡോക്ടർ റിഞ്ചു പി കോശി അച്ഛന് ഇങ്ങനൊരു ആഗ്രഹം മനസ്സിൽ ഉണ്ടാകുകയും ഹയർ സെക്കൻഡറി അധ്യാപകൻ കൂടിയായ അച്ഛൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് എത്താം. അച്ഛൻ എങ്ങനെയാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനം, അതായത് യേശുക്രിസ്തുവിന്റെ അതുപോലെ തന്നെ വാക്കു പ്രവൃത്തി അച്ഛന് ജീവിതത്തിൽ പകർത്താൻ കഴിയുന്നത്? യേശുക്രിസ്തുവിന്റെ വാക്കുകൾ അതുപോലെ എന്തായാലും പറ്റില്ല. നമുക്ക് യേശുക്രിസ്തു പഠിപ്പിച്ച ചില പാഠങ്ങൾ, ഞാനൊരു എല്ലാ ഇന്റർവ്യൂവിനകത്തും പറഞ്ഞ പോലെ എൻ്റെ മകളെ കൊണ്ടുവിടാൻ ഒരു സ്ഥലത്തേക്ക് പോയതാണ്. അവിടെ കാണേണ്ട ഒരു നല്ല സൂര്യ വെളിച്ചത്തിന്റെ ഒരു വീഡിയോ കാണേണ്ടതായിരുന്നു. പക്ഷെ അത് കാണാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ ഒരു കുടിലാണ് കാണുന്നത്. അങ്ങനെ ഞാൻ പതുക്കെ ആദ്യത്തെ വീടിന്റെ പണി പതുക്കെ എൻ്റെ സ്കൂളിലെ NSS വോളണ്ടിയേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തി ഞങ്ങൾ ചെയ്തു തുടങ്ങി. പക്ഷെ ദൈവത്തിന് പറഞ്ഞുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങ് വിജയിച്ചു. അതിനുശേഷം അങ്ങനെ തുടങ്ങിയാണ് ഇപ്പൊ 152 വീടായി. അത് സ്പോൺസർ ചെയ്യുന്നു. എൻ്റെ കീഴിൽ 10ഓളം കോൺട്രാക്ടർ ഉണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഇങ്ങനെ 152 വീട് ചെയ്യുമ്പോൾ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ചാനലുകളിലോ ഒക്കെ ഒത്തിരി ആളും ആരോ ഒക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഈ നിശബ്ദനായിട്ട് ഈ എങ്ങനെയാണ് കാണാതെ പോയ ആട്ടിൻകുട്ടിയെ തിരയുന്ന അതുപോലെ തന്നെ അത്യാവശ്യം ചാനലുകളൊക്കെ എടുക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് കിട്ടുന്നത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ്. എന്ത് കിട്ടിയാലും അത്രയും സന്തോഷം. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളതേ, നമ്മുടെ വ്യക്തിഗതമായ പബ്ലിസിറ്റി ഒന്നും അല്ല. അതിലുപരിയായി ഒത്തിരി പേരുണ്ട്. ഇപ്പൊ ഇന്നലെ ഞാൻ പിറവന്തൂർ ഒരു വീട്ടിൽ പോയപ്പം വെറും തകടപ്പാട്ട്, അതിനകത്ത് 2 പെൺകുഞ്ഞുങ്ങളാണ്. അപ്പൊ +2 പഠിക്കുന്ന ഒരു മോളും 9 പഠിക്കുന്ന ഒരു മോളും. അവരെങ്ങനെ ജീവിക്കും? നമ്മുടെ വീട്ടിലെ പെങ്കൊച്ചിന് സുരക്ഷിതം എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് സുരക്ഷിതത്വം വേണ്ടി. അത് ഒരു പെങ്കൊച്ചല്ലേ, അത് ഈ ലോകത്ത് ജനിച്ചല്ലേ. ആരെങ്കിലും ഉപദ്രവിച്ചതിന് ശേഷം പീഡിപ്പിക്കപ്പെട്ടു എന്നെല്ലാം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ അതിനെ സുരക്ഷിതമാക്കുക എന്നുള്ളത്, അത്യാവശ്യം കിടന്നുറങ്ങുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു ലക്ഷ്യം. പ്രത്യേകിച്ച് പരിശുദ്ധ ബാബയുടെ സഹോദരൻ എന്നൊരു പദ്ധതി നമുക്ക് മാതൃക തരുമ്പോൾ അതിനോട് കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതാണ് അച്ഛൻ്റെ. അദ്ദേഹത്തിന് മുമ്പിലിരുന്ന് പഠിച്ചൊരു ശിഷ്യനാണ് ഞാൻ. പരിശുദ്ധ ബാബയുടെ മുമ്പിൽ നിന്ന് അദ്ദേഹത്തിന്റെ വീക്ഷണം ഈ സഹോദരന്റെ പദ്ധതി മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതിനേക്കാളൊക്കെ ഒത്തിരി റേഞ്ചിൽ അദ്ദേഹം മെത്രാപ്പോലിത്ത ആയിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിന് ഈ സഭയുടെ ഭരണം കൂടെ ആയപ്പോഴത്തേക്ക് വളരെ ചുരുങ്ങിപ്പോയെന്ന് എനിക്ക് സംശയം. പണ്ട് അദ്ദേഹം ഒരുപാട് പ്രവർത്തനം ചെയ്തിരുന്നൊരു വലിയ വ്യക്തിത്വം. അദ്ദേഹത്തിന് മുമ്പിൽ നിന്ന് പഠിച്ച ശിഷ്യൻ എന്നുള്ള രീതിയിൽ അത് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. പിന്നെ എന്തിനാ നമ്മൾ അങ്ങനെ അദ്ദേഹത്തിന് മുമ്പിൽ പഠിച്ചതെന്ന് ചിന്തിക്കുന്നു. അച്ഛാ, ഈ 150 വീടുകൾ ഏതൊക്കെ പ്രദേശത്താണ് അച്ഛാ കൊടുത്തേക്കുന്നത്? കഴിവതും നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചത് എൻ്റെ കണ്ണെത്തുന്ന ദൂരത്തിലാണ്. കാരണം ഇവിടെ എല്ലാം ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, ചെറിയ വഴക്കുകളുണ്ടാവും. ചിലപ്പം എൻ്റെ ഇപ്പോഴത്തെയുള്ള 10 കോൺട്രാക്ടർമാരും എന്നെ വഞ്ചിക്കാത്തവരാ. പക്ഷെ ഒരു കോൺട്രാക്ടർക്ക് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അക്കൗണ്ടിലേക്ക് ഇതുവരെ ആരും ഒരു പൈസ അയക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. അത് ഞാൻ ഇത്തരം മീഡിയയിലൂടെ പറയുന്നത് കൊണ്ട് തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു പൈസ അയക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. കോൺട്രാക്ടർ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നത്. അപ്പൊ അവരതുകൊണ്ട് മുങ്ങിയാൽ എനിക്കറിയത്തില്ല, അവരെന്തെങ്കിലും നെഗറ്റീവ് ചെയ്താൽ എനിക്കറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നാൽ ആവും വിധം എന്റെ ശ്രദ്ധ പതിക്കുന്ന സ്ഥലത്ത്, എന്നാൽ സുൽത്താൻ ബത്തേരി മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലൊക്കെ തന്നെ ഞാൻ ചെയ്തിട്ടുമുണ്ട്. സാധാരണ ഞങ്ങൾ ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വീടുകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ വീട് ഇതിന്റെ നിർമ്മാണവും ഒക്കെ നമുക്ക് അവിശ്വസനീയമാണ്. ഇതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്? അതിന് അഭിനന്ദിക്കേണ്ടത് എൻ്റെ കോൺട്രാക്ടർമാരെ തന്നെ. എൻ്റെ കൂടെയുള്ള ഒരു കോൺട്രാക്ടർമാർക്കും അമിത ലാഭം എന്ന് പറഞ്ഞ ചിന്തയില്ല. എൻ്റെ വിഷൻ എന്താണോ ആ വിഷനാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ട്രസ്റ്റ് ഇല്ല, എനിക്ക് സംഘടനയില്ല, ഒന്നുമില്ല. എൻ്റെ കൂടെയുള്ള കോൺട്രാക്ടർമാർ, ആ കോൺട്രാക്ടർമാരെ എനിക്ക് 100% ഇഷ്ടമാവുന്നതിന് കാരണം നിങ്ങളിപ്പോൾ ഇത് കണ്ടതാണല്ലോ. ഒരു സാധനം പോലും ISI മാർക്ക് ഇല്ലാത്ത ഇവിടെ നിങ്ങൾ കാണൂല. എന്ത് സാധനങ്ങൾ എടുത്ത് നോക്കിക്കോളൂ, ISI മാർക്ക് ഇല്ലാതെ കാണും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു വീട് 30, 35, 40 വർഷത്തേക്ക് നിലനിൽക്കണമെന്നുള്ളത് എൻ്റെ ഉദ്ദേശത്തെക്കാളും കോൺട്രാക്ടർമാരുടെ ഇഷ്ട വിഷയമായി മാറി. അവരപ്പൊ എൻ്റെ ചാരിറ്റി പ്രവർത്തനത്തിനോട് ചേർന്ന് അവരോട് നിൽക്കുന്നുണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നത്. യേശുദേവന്റെ 12 ശിഷ്യന്മാരിൽ ഏറ്റവും നല്ലവരാരാണെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ അവർ ഒന്നും തന്നെ മിണ്ടിയില്ല. അതേ പാത പിന്തുടർന്നുകൊണ്ട് സുമനസ്സുകളുടെ കാരുണ്യത്താൽ ഒരു പ്രകാശം ചൊരിഞ്ഞുകൊണ്ടാണ് സമൂഹത്തിലെ ഡോക്ടർ റിഞ്ചു പി കോശി തൻ്റെ ദൗത്യം പൂർത്തിയാക്കി പാർപ്പിടമെന്ന അശരണർക്ക് പാർപ്പിടമെന്ന സ്വപ്നഗ്രഹം യാഥാർത്ഥ്യമാക്കി കൊണ്ടുപോവുകയാണ്. ഇത് മറ്റുള്ളവർക്കും ഒരു ദിശ സൂചിക കൂടിയാകട്ടെ. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊല്ലപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.